അപ്പൊ രമേശ് പിഷാരടിയും ശ്വേത മേനോനും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലെ ചില കുൽസിത വർത്തമാനങ്ങളാണല്ലോ പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇത് കാരണം പലരും ഇപ്പോൾ രമേശ് പിഷാരടിയെ ഏറിക്കേറ്റാനുള്ള തത്രപ്പാടിലാണ്. പക്ഷെ അതിന് പകരം ഇവിടെ ഏറലായത് ശ്വേത മേനോനാണെന്ന് മാത്രം. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അതായത് ഈ പറയുന്ന ശ്വേത മേനോൻ നിലവിൽ അമ്മ സംഘടനയിലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചല്ലോ. ആ രാജിവെച്ചതിന്റെ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ശ്വേത മേനോൻ അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആളുകൾ ശ്വേത മേനോനൊപ്പം തന്നെ ഈ അമ്മ സംഘടനയിലെ ഭാരവാഹിത്വം രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അതോടെ ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ ഭാരവാഹികൾ ഇല്ലാത്തൊരവസ്ഥ വന്നു. അന്നേരം എന്താക്കി, അവിടെ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ഈ അഡ്ഹോക് കമ്മിറ്റി എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അതായത് ഈ കമ്മിറ്റിയിൽ കൂട്ടരാജി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായി പ്രവർത്തിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഈ പറയുന്ന അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത്. പുതിയ കമ്മിറ്റി നിലവിൽ വരുന്ന സാഹചര്യത്തിൽ ഈ അഡ്ഹോക് കമ്മിറ്റിയിലുള്ള ആളുകൾ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറും. ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒരു ടെമ്പററി കമ്മിറ്റി മാത്രമാണ് ഈ പറയുന്ന അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ അഡ്ഹോക് കമ്മിറ്റിയിലെ ഒരു ഭാരവാഹിയാണ് ഇപ്പൊ നിലവിൽ രമേശ് പിഷാരടി എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ശ്വേത മേനോൻ അടക്കമുള്ള ആളുകൾ രാജിവെച്ച് പോയ സാഹചര്യത്തിൽ പലരുടെയും റിക്വസ്റ്റ് മാനിച്ചാണ് രമേശ് പിഷാരടിയോട് അമ്മ സംഘടന അങ്ങോട്ട് അഡ്ഹോക് കമ്മിറ്റിയിലെ ഭാരവാഹിത്വം ആവശ്യപ്പെടുന്നത്. രമേശ് പിഷാരടി അത് ഇരും കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. എന്നാലും രമേശ് പിഷാരടി ഇങ്ങനെ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹി ആയ സാഹചര്യത്തിൽ ഒരു ദിവസം ശ്വേത മേനോൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ രമേശ് പിഷാരടിയെ പേഴ്സണലി കോൾ ചെയ്തു. എന്നിട്ട് അമ്മ സംഘടനയെ കുറിച്ചുള്ള തന്റെ ചില കൺസേണുകൾ ഈ പറഞ്ഞ രമേശ് പിഷാരടിയോട് പറയുകയും ചെയ്തു. രമേശ് പിഷാരടി ആണെങ്കിൽ പുള്ളിക്കാരെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയോ, ഇതേ ശ്വേത മേനോൻ തന്നെ രമേശ് പിഷാരടിയും ഈ ശ്വേത മേനോനും തമ്മിലുള്ള ഫോൺ സംഭാഷണം അങ്ങോട്ട് പുറത്തു വിട്ട് ലീക്കാക്കി. പലരും അതിനെ പല ക്ലിപ്പുകളും അവിടെ ഇവിടെയുമായൊക്കെ കേട്ട് കാണും. ഏകദേശം ഒരു 56 മിനിറ്റോളം എങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണത്. അതിൽ പല കാര്യങ്ങളും ഈ പറഞ്ഞ രമേശ് പിഷാരടിയും ശ്വേത മേനോനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തന്നെയാണ് ഇവർ നടത്തുന്നത്. ഞാൻ വേണമെങ്കിൽ ഇവരുടെ സംഭാഷണത്തിലെ ചെറിയൊരു ഭാഗം ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചമ്പിളി ഉണ്ടാക്കിയത്? കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചത്? അത് നടന്നത് തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. ഇവിടെ ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത് സിദ്ദിഖ് മേടിച്ചു, എന്തുകൊണ്ട് ബാബുരാജ് പറഞ്ഞു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഇവര് നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയെ പറ്റി ഇതുപോലൊരു 15 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ബാബുരാജ് ഏട്ടന്റെ കണക്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നമ്മള് ഫോറൻസിക് ഇന്റർണൽ ഓഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആരും ചെയ്യാൻ സമ്മതിക്കാത്തത്? നമ്മൾ ഇപ്പോഴും പറയാണ് ഇത് കഴിഞ്ഞ ഓഡിറ്റ് പാസ്സായി പോയി കഴിഞ്ഞ ഓഡിറ്റ് ആണ്. ഇനി ഒരു കമ്മിറ്റിക്കാണ് അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, കമ്മിറ്റിക്ക് അല്ല, ബാബുരാജ് ഏട്ടൻ അത് മറ്റേ മിനിറ്റ്സിൽ എഴുതി തരണം. ഓക്കെ, ഇങ്ങനെ തുടങ്ങിയൊരു സംഭാഷണമാണിത്. ഇപ്പൊ നിങ്ങൾ കേട്ട സംഭാഷണം എന്താണെന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതായത് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് അവസാനം നടന്ന ജനറൽ ബോഡി യോഗത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞ ശ്വേത മേനോനും രമേശ് പിഷാരടിയും തമ്മിൽ ചർച്ച നടത്തിയത്. ഇവരുടെ ഫോൺ സംഭാഷണത്തിന്റെ മെജോറിറ്റി ഓഫ് പോർഷനും ഈ അമ്മ സംഘടനയിലെ അവസാനത്തെ ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. ഇവരുടെ സംഭാഷണത്തിന് ഫുൾ വേർഷൻ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആണെങ്കിൽ അവിടെ പോയി കേട്ട് നോക്കാം. ഞാൻ എല്ലാം കൂടി ഇവിടെ എടുത്തിട്ട് പ്ലേ ചെയ്യിക്കുന്നില്ല. എന്തായാലും ഈ സംഭാഷണങ്ങൾക്കെല്ലാം പിന്നാലെയാണ് ഈ സംഭാഷണത്തിന്റെ അവസാനം ഈ പറഞ്ഞ രമേശ് പിഷാരടി ഡബിൾ മീനിങ് ജോക്ക് അടിക്കുന്നത്. ഒരു ഡബിൾ മീനിങ് ജോക്കോട് കൂടിയാണ് ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. എന്തായാലും അങ്ങനെ അവസാനിച്ച ഒരു സംഭാഷണമാണ് ഈ പറയുന്ന ശ്വേത മേനോൻ ഇത് പബ്ലിക്കിലേക്ക് ലീക്കാക്കുന്നത്. ഉള്ളത് പറയാലോ, ശ്വേത മേനോന്റെ ഈ പ്രവൃത്തിയെ ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല. രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം അപ്പുറത്തുള്ള വ്യക്തിയുടെ കൺസേണോ അറിവോ ഇല്ലാതെ പബ്ലിക്കിലേക്ക് ലീക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശം പ്രവൃത്തി തന്നെയാണ്. ഇവിടെ ശ്വേത മേനോൻ രമേശ് പിഷാരടിയുടെ കൺസെന്റോ അറിവോടെയല്ല ഈ ഫോൺ സംഭാഷണം ലീക്കാക്കിയത്. ശ്വേത മേനോന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതിന് ഏറ്റവും വലിയ തെറ്റാണ്. എന്തായാലും ഈ ഫോൺ സംഭാഷണം ലീക്ക് ആയതോടെ രമേശ് പിഷാരടി എന്ത് ചെയ്തെന്ന് അറിയോ, അഡ്ഹോക് കമ്മിറ്റി സ്ഥാനം അങ്ങ് രാജിവെച്ചു. ഇനി താൻ അഡ്ഹോക് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം അങ്ങോട്ട് രമേശ് പിഷാരടി എടുത്തു. ഇങ്ങനെ ഒരു പ്രൈവസിയും ഇല്ലാത്ത സംഘടനയിൽ പ്രവർത്തിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു നിലപാടിലാണ് രമേശ് പിഷാരടി. അതുമായി ബന്ധപ്പെട്ട് രമേശ് പിഷാരടി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് തന്നെ പോകാം. അതായത് ഈ പറയുന്ന രമേശ് പിഷാരടി ഫോൺ സംഭാഷണത്തിന്റെ അവസാനം ശ്വേത മേനോനോട് അടിച്ച ഡബിൾ മീനിങ് കോമഡി നമ്മൾ എന്തായാലും കേട്ടോക്കാം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്ത് ഇതെന്ത് ചിരിയാടോ ഇത്? ഒരുമാതിരി ചിരി റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾപ്പിക്കണ പോലുണ്ട് അല്ലേ? ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചിരിക്കുന്നത്. കേട്ടിട്ട് തന്നെ എന്തോ പോലെ ആവുന്നു. ബാക്കി കേട്ടോക്കെ എന്തായാലും. ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്.
അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണ് പരിപാടി. ഓ ആ പരിപാടി അങ്ങനെയൊന്നുമില്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഇങ്ങനൊക്കെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുമോ? ഇങ്ങനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? ഈ പറയുന്ന രമേശ് പിഷാരടി ശ്വേതാ മേനോനോട് ചോദിക്കുന്നു വൈകിട്ട് എന്താ പരിപാടി എന്ന്. അന്നേരം ശ്വേതാ മേനോൻ മറുപടി പറയുന്നു വൈകിട്ട് ഹസ്ബൻഡ് വരുന്നുള്ളത്. അതോടെ രമേശ് പിഷാരടി ആ ശ്വേതാ മേനോൻ പറഞ്ഞതിനെ വേറൊരു രീതിയിൽ കണക്ട് ചെയ്ത് വൈകിട്ട് ഹസ്ബൻഡ് വരുമ്പോ പരിപാടി നടക്കും. സംഭവം മനസ്സിലായല്ലോ. ഇതിന് ഞാനൊരു എക്സ്പ്ലനേഷൻ തരണം എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങൾ എന്നെ ഊഹിച്ചോളി. വല്ലാത്തൊരു ചിന്താഗതി തന്നെയല്ലേ ഈ ചങ്ങാതിന്റെ ചിന്താഗതിന്റെ പോക്ക് നോക്കണേ നിങ്ങൾ. എന്നിട്ട് അതും പറഞ്ഞിട്ട് മൂപ്പരനെ അങ്ങോട്ട് ചിരിക്കുക, മൂപ്പരനെ ചലടിക്കുക, എന്നിട്ട് മൂപ്പരനെ ചിരിക്കുക. വല്ലാത്തൊരു മനുഷ്യന് ഇഷ്ടം. എന്തായാലും ബാക്കിയുടെ കേട്ടോ നോക്കാം. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഡബിൾ മീനിങ് ചളികളൊന്നും മനസ്സിലാക്കാത്ത ഒരു കുഞ്ഞുപാവയാണല്ലേ ശ്വേതാ മേനോനി. ഉണ്ടാണ് ശ്വേതാ മേനോന് ഇതൊക്കെ നല്ലോണം മനസ്സിലാവും. അതിലേക്കൊക്കെ നമുക്ക് വരാം. ബാക്കി കേട്ടോ എന്തായാലും. അതാണ് അല്ല ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ ശരി. അതിന്റെ ഡെയിലി പിഷാരടി ചേട്ടൻ പറഞ്ഞ കേട്ടില്ല നിങ്ങള്, ഹസ്ബൻഡ് വന്ന് പോട്ട് നമുക്ക് ശരിയാക്കാന്നൊക്കെ. എന്ത് ശരിയാക്കലാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു ഡബിൾ മീനിങ് മൈൻഡ് സെറ്റിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്തായാലും തുടക്കത്തിൽ ഇവരുടെ സംഭാഷണം കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പിഷാരടി ഉദ്ദേശിച്ച ഡബിൾ മീനിങ് കോമഡി എന്താണെന്നുള്ളത് പെട്ടെന്ന് കത്താൻ സാധ്യതയില്ല. ഒരു 2-3 വട്ടം റിപ്പീറ്റ് അടിച്ച് കേട്ട് നോക്കിയാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ ഇവരുടെ ഫോൺ സംഭാഷണം ലീക്കായ സാഹചര്യത്തിൽ 56 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഫോൺ സംഭാഷണം ഞാൻ വെറുതെ ഇങ്ങനെ അടിച്ചടിച്ച് കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഈ പിഷാരടിയുടെ ഡബിൾ മീനിങ് കോമഡി ഒന്നും വലിയ രീതിയിൽ കത്തിയിരുന്നില്ല. പക്ഷെ പിന്നീട് മറുനാട് മലയാളിയിലെ സാജൻ സ്കറിയാണ് ഇവരുടെ ഈ ഫോൺ സംഭാഷണം പൊക്കി പിടിച്ച് രംഗത്ത് വരുന്നത്. രമേശ് പിഷാരടിയുടെ ഡബിൾ മീനിങ് അഡ്രസ് ചെയ്ത് രംഗത്ത് വരുന്നത്. അന്നേരമാണ് ഇതിൽ ഇങ്ങനെ ഒരു ഡബിൾ മീനിങ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഞാൻ പോലും മനസ്സിലാക്കുന്നത്. ഒരു നൈസ് ആയിട്ടുള്ള ഡബിൾ മീനിങ് ഒളിച്ചു കടത്തിലാണ് നമ്മുടെ രമേശ് പിഷാരടി നടത്തിയത് അല്ലെ. പെട്ടെന്നൊന്നും കേൾക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവാൻ സാധ്യതയില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ശ്വേതാ മേനോൻ തിരിച്ച് പിഷാരടിക്ക് മറുപടി കൊടുത്തത്. എനിക്ക് ഇങ്ങനത്തെ ഡബിൾ മീനിങ് ഒന്നും മനസ്സിലാവത്തില്ല, ഞാൻ ഭയങ്കര ഫോർവേഡ് ആണെന്നുള്ള രീതി. ഒരു പക്ഷേ പിഷാരടി അടിച്ച് ഈ ഡബിൾ മീനിങ് ചളി ശ്വേതക്ക് ആദ്യമേ കത്തിയിരുന്നെങ്കിൽ ശ്വേതാ മേനോൻ ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കില്ലായിരുന്നു. പിന്നെ പിഷാരടിയെ കുറിച്ച് പറയാനാണെങ്കിൽ അറിയാലോ, കൗണ്ടറുകളുടെയും തഗ്ഗുകളുടെയും ആശാനാണ് ഈ പറയുന്ന രമേശ് പിഷാരടി എന്ന് പറയുന്നത്. ഒരുപാട് പബ്ലിക് ഷോസിൽ പലതരത്തിലുള്ള തഗ്ഗുകളും കൗണ്ടറുകളും അടിച്ചിട്ടാണ് മൂപ്പർ ഇന്നീ കാണുന്ന നിലയിലെത്തിയത്. അങ്ങനെയുള്ള ഒരാൾ പേഴ്സണലി മറ്റൊരാളുമായി ഇടപഴകുന്ന സമയത്ത് ഉറപ്പായിട്ടും കൗണ്ടറുകളും ഡബിൾ മീനിങ് സംഭാഷണങ്ങളും ഒക്കെ നടത്തുന്നുള്ളത് ഷുവർ ഷോട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാനില്ല. ബട്ട് മാറ്റർ ഈസ് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അത് കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ ശ്വേതാ മേനോന്റെയും രമേശ് പിഷാരടിയും സംഭാഷണം കേട്ട സമയത്ത് രമേശ് പിഷാരടി അടിച്ച് ഡബിൾ മീനിങ് ചളിക്ക് ശ്വേതാ മേനോൻ വളരെ കംഫർട്ടബിൾ ആയി സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു സൗഹൃദ സംഭാഷണം എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ പ്രത്യേകിച്ചില്ല. പക്ഷെ ഇത് പബ്ലിക്കിന് മുന്നിലേക്ക് ഔട്ടാക്കുന്ന സമയത്ത് അറിയാലോ, ആളുകൾ പലതരത്തിലാണ്, പല രീതിയിലും ഇതിനെ ജഡ്ജ് ചെയ്ത് കളയും. ചിലർക്ക് ഇത് ഭയങ്കര ഓവർ ആയിട്ട് തോന്നും, ചിലർക്ക് ഇത് നോർമൽ ആയിട്ട് തോന്നും. എനിക്കിതൊരു നോർമൽ സംഭാഷണമായിട്ടാണ് തോന്നിയത്. ഒരു പക്ഷേ രമേശ് പിഷാരടി ഇങ്ങനെ ഒരു ഡബിൾ മീനിങ് ജോക്ക് അടിച്ച സാഹചര്യത്തിൽ ശ്വേതാ മേനോൻ ഒന്ന് പൊട്ടിത്തെറിച്ച് തിരിച്ച് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ ആയ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് പിഷാരടിയെ കുറ്റപ്പെടുത്താമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭാഷണത്തിൽ പിഷാരടിയെ കുറ്റപ്പെടുത്താൻ തന്നെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആണല്ലോ. ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്നാലും ഇങ്ങനെ ഒരു ഫോൺ സംഭാഷണം ലീക്കായ സാഹചര്യത്തിൽ വൻ രാഷ്ട്രീയ മുതലെടുപ്പ് അതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അറിയാലോ, രമേശ് പിഷാരടി ഇപ്പൊ നിലവിലെ പാലക്കാട് MLA ആണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എതിർ പാർട്ടിക്കാർ ഇതിനെ നല്ല രീതിയിൽ മുതലെടുക്കുന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് പിൻഗാമി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ ആ പ്രചരണത്തിൽ പ്രത്യേകിച്ച് അർത്ഥമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് പണ്ട് ഈ പറഞ്ഞ രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും കൂടി മഴവിൽ മനോരമയിലെ കിടിലം എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ജഡ്ജായി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശ്വേതാ മേനോന്റെ മുന്നിൽ വെച്ച് ഈ പറഞ്ഞ രമേശ് പിഷാരടി ഒരു ഡബിൾ മീനിങ് കോമഡി അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അത് പൊട്ടിച്ചിരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ശ്വേത. എന്തായാലും ആ ക്ലിപ്പ് ഇപ്പൊ നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ക്ലിപ്പ് ഒന്ന് കണ്ടോക്കാം. നിങ്ങൾ ഈ ലിപ്സ്റ്റിക് കിട്ടുന്ന സമയത്ത് തിരിപ്പേച്ചിട്ട് പല്ല് വെച്ചിട്ട് വാ. വേണ്ട വേണ്ട. എന്താണത്, നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുമ്പോ പല്ല് തേച്ചിട്ട് വാന്ന് രമേശ് പിഷാരടി പറയുമ്പോ ശ്വേതമാനം ചെയ്ത കണ്ടില്ലേ നിങ്ങൾ? ഉമ്മ വെക്കാനായിട്ട് മുന്നോട്ട് പോകുന്നു. ബാക്കി കണ്ടോക്ക് എന്തായാലും. എന്താല്ലേ, ഉമ്മയും കൊടുത്ത് ആള് പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഇനി ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ രമേശ് പിഷാരടിയുടെ വക ഒരു ഡബിൾ മീനിങ് തഗ്ഗുണ്ട് മക്കളെ. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഭാഗ്യം പേസ്റ്റിനെ പറ്റി പറഞ്ഞു, ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചാനെ? അല്ലേ രക്ഷോട്ടിരിക്കാൻ ഞാൻ
ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഞാൻ ഭാഗ്യം പേസ്റ്റിനെ പറ്റി പറഞ്ഞത്, സോപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് രമേശ് പിഷാരടി പറയുമ്പോൾ അപ്പുറത്തെ ശ്വേതമേനെ കൈകൊട്ടിച്ചിരിക്കുകയാണ്. അന്നേരം ഡബിൾ മീനിങ് മനസ്സിലാവാത്ത പ്രശ്നമൊന്നും ശ്വേതക്കില്ല കേട്ടോ. അന്നേരം ആള് നല്ലോണം കൈകൊട്ടിച്ചിരിക്കുന്നുണ്ട്. അന്ന് കൈകൊട്ടി ചിരിച്ച ആളാണ് ഇപ്പൊ രമേശ് പിഷാരടി ഒരു ഡബിൾ മീനിങ് സാധനം പറഞ്ഞപ്പോ എനിക്കിതൊന്നും മനസ്സിലാവത്തില്ല, ഞാൻ ഭയങ്കര ഫോർവേഡ് ആണെന്നൊക്കെ പറഞ്ഞത്. എന്തോന്ന് പറയാനാണ് ഇതിനൊക്കെ അല്ലേ? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെയാണ്. സീരിയസ് ആയിട്ട് ശ്വേതമേനോൻ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ പിഷാരടി ഒരു ഡബിൾ മീനിങ് സാധനം അടിച്ച സമയത്ത് പെട്ടെന്ന് മൂപ്പത്തിക്ക് അത് കത്തി കാണില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. എനിവേ എങ്ങനെ പോകുന്നു ഈ പറഞ്ഞ രമേശ് പിഷാരടിയും ശ്വേതമേനോനും തമ്മിലുള്ള വോയിസ് ലീക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ? എന്തായാലും ഈ വോയിസ് ലീക്ക് ആയതിന് പിന്നാലെ രമേശ് പിഷാരടി എന്ത് ചെയ്തെന്ന് അറിയോ? അമ്മ സംഘടനയിലെ അഡ്ഹോക് സ്ഥാനം അങ്ങ് രാജിവെച്ച് എന്നിട്ട് മാധ്യമങ്ങളെ കണ്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്. നമ്മൊന്നരാന്ന് കണ്ടോക്കാം. മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം. എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി, ഞാൻ എന്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് പറയണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്നിച്ച് നിൽക്കണം കിടക്കണം എന്നാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ രമേശ് പിഷാരടി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു കേട്ടോ. ഒരാളുമായി പേഴ്സണലി നടത്തിയ സംഭാഷണം ആ വ്യക്തിയുടെ കൺസേൺ ഇല്ലാതെ പുറത്തുവിടുക എന്ന് പറയുന്നത് വളരെ മോശം കാര്യം തന്നെയാണ്. അതിൽ മനം നൊന്ന് തന്നെയാണ് ഈ പറയുന്ന അഡ്ഹോക് സ്ഥാനം രമേശ് പിഷാരടി രാജിവെച്ചത്. എന്തായാലും ആ രാജി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പുള്ളിക്കാരൻ പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. എനിക്ക് സ്ഥാനം വേണമെന്നില്ലല്ലോ, പരിശ്രമിക്കാൻ സ്ഥാനം വേണമെന്നൊന്നുമില്ല. നമുക്കൊരു സംഘടനയിൽ നിൽക്കുമ്പോൾ നമ്മൾ സിൻസിയർ ആയിട്ട് നിൽക്കണം. അതിന്റെ ഒരു പ്രശ്ന സാഹചര്യങ്ങളിൽ നമ്മൾ സിൻസിയർ ആയിട്ട് നിൽക്കണം. അതിനൊരു സ്ഥാനത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പ്രാഥമിക അംഗത്വം ഒന്നും രാജിവെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ഈ അഡ്വക്കേറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സ്ഥാനത്ത് മാറാം, അത്രേ ഉള്ളൂ. ആ രാജി ഇപ്പൊ ഇനിയിപ്പോ ആർക്കും കൊടുക്കണ്ട, അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ വേറെ ആർക്കെങ്കിലും കൊടുക്കണോ അപ്പുറത്ത് കൊടുക്കണോ എന്നുള്ള. എന്റെ ഈ രാജിക്ക് ഇനി ഞാൻ കത്ത് കൊടുത്തില്ലെങ്കിലും ഇതൊരു ഡിക്ലറേഷൻ ആണ്. കുറച്ച് 15 ദിവസം കഴിയുമ്പോൾ ഈ രാജിയല്ലെന്നും പറഞ്ഞ് ഞാൻ വരികയല്ല, രാജി തന്നെയാണത്. അത് ശ്വേതമേനോനിട്ട് കൊട്ടിയതാണല്ലോ. ഇപ്പൊ നിലവിൽ അറിയാലോ, അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ശ്വേതമേനോൻ രാജിവെച്ചെങ്കിലും ഇപ്പൊ നിലവിൽ ശ്വേതമേനോൻ നൈസായിട്ട് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. താൻ രാജി പിൻവലിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആളിപ്പോ രംഗത്ത് വന്നിട്ടുണ്ട്. ആകെ തിരിച്ചിപ്പോ വീണ്ടും പ്രസിഡന്റ് സ്ഥാനം വേണം പോലും ആർക്ക്? ശ്വേതമേനോന്. അപ്പൊ അതിനിട്ടൊരു കൊട്ടിയതാണ് പിഷാരടി ശരിക്കും പറഞ്ഞാൽ. എന്തായാലും കൊള്ളാം. ഇനി ഇതിനെല്ലാം ശേഷം ബീന ആന്റണി ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ലൈവ് വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതും കൂടി കണ്ട ശേഷം അവസാനിപ്പിക്കാം. ശ്വേത പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുന്നു. അമ്മയിൽ നിന്ന് പോകരുതെന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു. ശ്വേത ആ ഒരു തീരുമാനം ഇപ്പൊ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല. പുള്ളിക്കാരിയുടെ ഇഷ്ടം പറഞ്ഞു, അതങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോ ഈ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള, പിഷാരടി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല എന്താ പറയാ ജനപിന്തുണയോടെ ഒരു MLA ആയിട്ട് വന്ന ആളാണ് പിഷാരടി. ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ കാര്യത്തിൽ. ആ പിഷാരടി നമ്മുടെ ഈ അമ്മയുടെ ഒരു ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ്. ആ ആള് ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള 2 സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്താണ്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയണം. ഒരിക്കലും വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. പിഷാരടി ജയിച്ചപ്പോ പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അത്രയും അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു ഇതെടുത്ത് പുറത്തിട്ടപ്പോ ശ്വേത ഒരു കാര്യം ആലോചിക്കണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കും. ഇത്രയും ഒരു പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോൾ മറ്റുള്ള പാർട്ടിയിലുള്ളവരും ആൾക്കാരും പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പിഷാരടിയെ ആക്കാൻ പാടില്ലായിരുന്നു ശ്വേത. ഞാൻ അതിൽ ശക്തമായിട്ട് ശ്വേതയോട് പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം ഈ ലാസ്റ്റ് നിമിഷത്തിൽ പിന്നെ വന്നിട്ട് ശ്വേത പറയുന്നു ഞാൻ രാജിവെച്ചിട്ടില്ല, ഞങ്ങളുടെ ഭരണസമിതി ഇനിയും തുടരൂ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ശ്വേത. അതിൽ ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം പിന്നെയും പോവുമല്ലേ? ശ്വേത ഇപ്പൊ ഈ ചെയ്തത് പിന്നെ നിങ്ങളുടെ ഭരണസമിതി ഇരിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ പുറത്തു പോയതിനെ കുറിച്ചൊക്കെ നമ്മൾ അന്നേ നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങളുടെ പരാജയം സംഭവിച്ചത്. നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നത്. ഇപ്പൊ ശ്വേത തന്നെയല്ലേ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിലെന്ത് ന്യായമാണ് ശ്വേതയ്ക്ക് പറയാനുള്ളത്? അപ്പൊ എനിക്ക്
വളരെ അതിനുള്ള ഒരു എതിർപ്പ് ഞാൻ എന്റെ പേഴ്സണൽ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ആ ചെയ്തതിനോട് എനിക്ക് ഒരിക്കലും ശ്വേതയോട് യോജിക്കാൻ കഴിയില്ല. പിഷാരടിയോട് ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. പിന്നെ ഈ ഒരു സംഭവത്തിലും എന്തായാലും എല്ലാവരും വളരെയധികം വേദനയോടെ നോക്കിക്കാണുന്നു. ഇനി അമ്മയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. അമ്മ എന്ന സംഘടനയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നയിക്കാനും ശക്തമായിട്ടുള്ള നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനൊക്കെ മുൻപന്തിയിലേക്ക് ഇറങ്ങണം. ഇത് ഞങ്ങളുടെ ഹംബിൾ റിക്വസ്റ്റ് ആണ്. നമ്മളുടെ അമ്മയെ രക്ഷിക്കാൻ നിങ്ങളൊക്കെ തന്നെ മുന്നിലുണ്ടാവണം. താങ്ക് യു. അതിനിപ്പോ എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ഇപ്പൊ അമ്മ സംഘടന ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ സംഘടനയിൽ തൊട്ടവരും പ്രവർത്തിച്ചവരുമെല്ലാം ഇപ്പൊ നല്ലോണം ചീഞ്ഞ് നാറുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവർ എയറിലാണ്. അതവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ അവരും മൗനം പാലിക്കത്തേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും എന്തുകൊണ്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ രമേശ് പിഷാരടി രാജിവെച്ചത് നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത്രയും ചീഞ്ഞ് നാറിയ സാഹചര്യത്തിൽ ഇനിയും അമ്മ സംഘടനയിൽ ഈ പറഞ്ഞ അഡ്ഹോക് കമ്മിറ്റിയിൽ പുള്ളിക്കാരൻ തുടർന്നു കഴിഞ്ഞാണെങ്കിൽ ഉള്ള ഇമേജും കൂടി നഷ്ടപ്പെടുത്തേ ഉള്ളൂ. ഇപ്പൊ പാലക്കാട് MLA സാഹചര്യത്തിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്ത ആളാണ് ആ മനുഷ്യൻ. വെറുതെ എന്തിനാണ് ആ ഇമേജ് നഷ്ടപ്പെടുത്തുന്നത്? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.